ചുരുട്ടിപ്പിടിച്ച് ഒരു മടക്കി വെച്ചിട്ട് അവരുടെ മുടിയുടെ ഉള്ളിൽ അവളെ കുത്തിവെച്ചു. അവളിങ്ങനെ പോവാണ്. മക്ക മദീനക്കിടയിൽ യാത്രയിലാണ്. നബി ഞങ്ങൾക്ക് വഹി വന്നു, നബിയേ ഒരു കത്ത് മക്കയിലേക്ക് പോകുന്നുണ്ട്. ഇന്ന പെണ്ണ് അവൾ എത്തി നിൽക്കുന്നത് 2 മലകൾക്കിടയിൽ പേര് പറഞ്ഞെടുത്തു. ആ മലകൾക്കിടയിലെ കുറ്റിച്ചെടികളുടെ അടുത്തുകൂടെ അവൾ ഇങ്ങനെ പോകുന്നുണ്ട്. ഇപ്പൊ ചെന്നാൽ അവളെ പിടിക്കാൻ പറ്റും. അവളുടെ കയ്യിൽ കത്തുണ്ട്, ആ കത്ത് കൊണ്ടുവരണം. ആ കത്ത് കൊണ്ടുവരാൻ വേണ്ടി മഹാനായ അലി റളിയല്ലാഹു അൻഹു, മഹാനായ മറ്റൊരു സ്വഹാബിയും, ഓർമ്മ ശരിയാണെങ്കിൽ ഫളൽ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു, രണ്ടുപേരും ഓടിപ്പോവുകയാണ്. ഓടിച്ചെന്ന് തങ്ങൾ പറഞ്ഞ ആ 2 മലകൾക്കിടയിൽ ഈ പെണ്ണിനെ കണ്ടു. അവൾ ഒറ്റയ്ക്ക് പോവാണ്, ഒട്ടകപ്പുറത്ത് ഇങ്ങനെ പോവാണ്. 500 കിലോമീറ്ററില്ലേ മക്ക മദീനക്കിടയിൽ. അപ്പോൾ ദിവസങ്ങൾ എടുക്കുന്ന യാത്രയാണ്. അലി തങ്ങൾ കുതിരപ്പുറത്ത് ചെന്ന പെണ്ണിനെ സ്റ്റോപ്പ് ചെയ്തിട്ട് പറഞ്ഞു, സാറ എന്നല്ലേ നിന്റെ പേര്? അതെ അതെ അതെ. നിന്റെ കയ്യിലുള്ള കത്തെടുക്കുന്നു പറഞ്ഞു. നിന്റെ കയ്യിൽ കത്തൊന്നുമില്ല. നിന്റെ കയ്യിൽ കത്തുണ്ട്, അത് നീ പുറത്തെടുക്ക. എൻ്റെ കയ്യിലില്ല. നിന്റെ കയ്യിലൊരു കത്തുണ്ട് എന്ന് ആകാശ ലോകത്തുനിന്ന് അള്ളാഹു വഹി നൽകുന്ന പുണ്യനബി ഞങ്ങളോട് പറഞ്ഞു. ഞങ്ങൾക്ക് ഉറപ്പാ നിന്റെ കയ്യിലുണ്ട്, പുറത്തെടുക്ക്. എൻ്റെ കയ്യിലില്ല. നിന്റെ വസ്ത്രങ്ങൾ ഓരോന്നോരോന്ന് അഴിച്ചു മാറ്റിയിട്ട് ആണിത് കിട്ടുന്നതെങ്കിൽ പോലും ഞങ്ങൾ ആ കത്തുകൊണ്ടേ തിരിച്ചു പോകും. അപ്പോൾ പേടിച്ചു. ഇതാന്ന് പറഞ്ഞു കൊടുത്തു. ആ കത്തുമായി നബി ഞങ്ങളുടെ മുമ്പിലേക്ക് വരുന്നു. നോക്കുമ്പോൾ മിൻ ഹാത്തിബ് ഇബ്നു അബീ ബൽതഅ ഇലാ ഉലമാഇ ഖുറൈശ്. ഖുറൈശികളുടെ നേതാക്കന്മാർക്ക് ഹാത്തിബ് റളിയല്ലാഹു ബദരിയായ സ്വഹാബിയാണ്. ഹാത്തിബ് ഇബ്നു അബീ ബൽതഅ റളിയല്ലാഹു അൻഹു ബോധിപ്പിക്കുന്ന കത്താണ്. ഇതാ പുണ്യനബിയും അനുയായികളും മക്കയിലേക്ക് പുറപ്പെടുകയാണ്. മക്കയിൽ ഒരു യുദ്ധം സംഭവിക്കുകയാണെങ്കിൽ എൻ്റെ കുട്ടികളെ മക്കളെ ഒന്നും ചെയ്യരുതേ. ഹാത്തിബേ മാ ഹമലക അലാ ഹാദാ, എന്തുകൊണ്ട് ഹാത്തിബേ നിങ്ങൾ ഇത് ചെയ്തു എന്ന് നബി തങ്ങൾ പരസ്യമായി വിളിച്ചു ചോദിച്ചു. മഹാനവറുകൾ പൊട്ടിക്കരയാൻ തുടങ്ങി. മാ കഫർതു മുൻദു അസ്ലംതു യാ റസൂലല്ലാഹ്, നബിയെ മുസ്ലിമായതിനു ശേഷം ഞാനൊരു കുഫറിലേക്ക് പോയിട്ടില്ല നബിയെ. അള്ളാഹുൽ വിശ്വസിച്ചതിന് ശേഷം ഒരു ബഹുദൈവാരാധനയിലേക്കോ ദൈവനിഷേധത്തിലേക്കോ ഞാൻ പോയിട്ടില്ല നബിയെ. ഞാൻ മുസ്ലിമാണ്. എന്തുകൊണ്ട് ഹാത്തിബേ നിങ്ങൾ ഇത് ചെയ്തു? നബിയെ, ഇവിടെ ഇരിക്കുന്ന സ്വഹാബികൾക്കൊക്കെ മക്കയിൽ തറവാടുണ്ട്, ആളുകളുണ്ട്. അവിടെ ഒരു യുദ്ധം നടന്നാൽ എൻ്റെ പ്രിയപ്പെട്ട ഉമ്മയും ഭാര്യയും മക്കളുമാണുള്ളത്. അവിടെ ആണുങ്ങൾ പോലും ഇല്ല. എനിക്ക് തറവാട് പോലും ഇല്ലല്ലോ നബിയെ. എൻ്റെ മക്കൾക്ക് ഒരു ബുദ്ധിമുട്ട് വരരുത്. അവർ ഇസ്ലാം സ്വീകരിച്ച് മുന്നോട്ട് വരാൻ നിൽക്കുകയാണ് നബി. എനിക്കറിയാം അവരെനിക്ക് മദീനയിൽ സ്വീകരിക്കണം. അവർ കൊല്ലപ്പെടരുത്. അതുകൊണ്ട് അവരുടെ ജീവൻ ഒന്നും സംഭവിക്കരുത്. എൻ്റെ മക്കളോടൊരു സിമ്പതി കിട്ടാൻ വേണ്ടി ഞാൻ ചെയ്തതാ നബിയെ. ഉമർ തങ്ങളുടെ ഇടപെടൽ, നബിയെ ഈ കപട വിശ്വാസിയുടെ തല ഞാൻ എടുക്കട്ടെയോ നബിയെ? ഉമർ അവിടെ ഇരിക്കുന്നു. നിങ്ങൾക്കറിയുമോ, വമാ യുദ്രീക യാ ഉമർ, ഇത് ബദരിയായ സ്വഹാബിയാണ്. വമാ യുദ്രീക യാ ഉമർ, ഉമറേ നിങ്ങൾക്കറിയുമോ, ലഅല്ലല്ലാഹു തആല അലാ അഹ്ലി ബദരിൻ ഫഖാൽ, ബദറിൽ അല്ലാഹുവിന് വേണ്ടി ഇറങ്ങി യുദ്ധം ചെയ്ത ആളുകൾ, ഷഹീദായവരും അല്ലാത്തവരും ഒക്കെ ബദരീങ്ങളാണ്. ആ ബദരീങ്ങളോട് അല്ലാഹു പറഞ്ഞിരിക്കുകയാണ്, യഅ്മലൂ മാ ശിഅ്തും, നിങ്ങൾ എന്ത് വേണമെങ്കിലും ചെയ്തോളൂ. ഫഇന്നി ഗഫർതു ലക്കും, നിങ്ങൾക്ക് ഞാൻ മാപ്പ് തന്നിരിക്കുന്നു. എൻ്റെ ഹബീബിന്റെ കൂടെ ബദറിൽ ഇറങ്ങിയവരല്ലയോ നിങ്ങൾ, നിങ്ങൾക്ക് ഞാൻ മാപ്പ് തന്നിരിക്കുന്നു. നിങ്ങൾക്ക് വേണ്ടത് ചെയ്യാം. അങ്ങനെ അല്ലാഹു പറഞ്ഞതുകൊണ്ട് സ്വഹാബികൾ ആരും വേണ്ടാത്തത് ചെയ്യാൻ പോയിട്ടില്ല എന്ന് കൂടെ നമ്മൾ മനസ്സിലാക്കണം. അല്ലാഹു അവരെ കുറിച്ച് പറഞ്ഞൊരു ബഹുമാനമാണത്. അതുകൊണ്ട് ഉമറേ, ബദരിയായ സ്വഹാബിയല്ലേ, ഒന്നും ചെയ്യണ്ട. അതാണ് ബദരീങ്ങളുടെ ബത്ത്. അല്ലെങ്കിൽ അവിടെ ക്യാപിറ്റൽ പണിഷ്മെന്റ് കിട്ടിയിരിക്കും ആ സ്വഹാബിക്ക്. അനസ് ബിൻ നദർ റളിയല്ലാഹു അൻഹു ബദരീങ്ങളുടെ മഹത്വം അങ്ങനെ പറയുമ്പോൾ, ഇന്ന ഇബ്നക ഹാരിസ അസ്വാബൽ ഫിർദൗസൽ അഅല, ഹാരിസ റളിയല്ലാഹു അൻഹുവിന്റെ ഉമ്മ വന്ന് ചോദിക്കാൻ, നബിയേ അയ്ന ഹാരിസ അഫീ ജന്ന ഫഅർളാ അം ഫിന്നാർ ഫഉഅസ്സി, എൻ്റെ മോൻ നരകത്തിലാണെങ്കിൽ എനിക്കൊന്ന് വാവിട്ട് കരയണം നബിയേ, എൻ്റെ മോൻ സ്വർഗത്തിലാണെങ്കിൽ എനിക്കൊന്ന് സന്തോഷിക്കണം. എവിടെയാണ് ഹാരിസ? എൻ്റെ മോൻ ബദരിയാണ്, ബദറിൽ പങ്കെടുത്ത സ്വഹാബിയാണ് എന്ന് ചോദിച്ചപ്പോ അഷ്റഫുൽ ഖൽഖ് തങ്ങൾ കൊടുത്ത മറുപടി, യാ ഉമ്മാ, നിങ്ങൾ എന്താണ് വിചാരിച്ചത്? ഇന്നമാ ഹിയ ജിനാൻ
സ്വർഗങ്ങളാണ് അല്ലാഹു ഒരുക്കി വെച്ചത്. വഇന്ന ഇബ്നക അസ്വാബൽ ഫിർദൗസൽ അഅലാ, ആ സ്വർഗത്തിന്റെ ഉന്നതങ്ങളായ ശ്രേണികളിൽ ഏറ്റവും മീതയാണ് നിങ്ങളുടെ മോൻ നിൽക്കുന്നത് എന്ന് മഹാനായ നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹാരിസ് റളിയല്ലാഹു അൻഹുവിന്റെ ഉമ്മയോട് ഒക്കെ പറയുമ്പോൾ അനസ് റളിയല്ലാഹു അൻഹു ഇങ്ങനെ കരയാണ്. അനസ് ഇബ്നു നദർ, അനസ് ഇബ്നു മാലിക് എന്നവരുണ്ട്, അവരുടെ പിതൃ സഹോദരനാണ് അനസ് ഇബ്നു നദർ എന്നവർ. പുണ്യ നബിയോട് വന്ന് പറഞ്ഞു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, ഗിബ്തു അൻ അവ്വലി ഖിതാലിൻ ഖാതൽത ഫീ അൽ മുശ്രിക്കീൻ, ദൈവനിഷേധികളായ ആളുകൾ അങ്ങയോട് വന്ന് പ്രതിരോധം ചെയ്ത ആദ്യത്തെ പ്രതിരോധം ബദർ എന്ന് പറയുന്ന യുദ്ധം, ആ യുദ്ധത്തിൽ എനിക്ക് സംബന്ധിക്കാൻ പറ്റിയില്ല നബിയേ. വല്ലാഹി ലഇൻ അശ്ഹദനി അല്ലാഹു ഖിതാലഹും ലയറയന്നല്ലാഹു മാ അസ്ന, ഇനിയൊരു അവസരം അല്ലാഹു നൽകുകയാണെങ്കിൽ നബിയേ, ഞാൻ എന്താണ് ചെയ്യുകയെന്ന് അല്ലാഹുവിന് കാണാം. അതൊരു വാക്കാണ് അനസ് ഇബ്നു നദർ റളിയല്ലാഹു അൻഹുവിന്റെ ഒരു പ്രഖ്യാപനം. ഞാൻ അവസാനിപ്പിക്കുകയാണ്. നമ്മൾ ഒരു 5 മിനിറ്റ് കൂടെ ഇൻഷാ അല്ലാഹ്. 5 മിനിറ്റിലും തിരക്കുള്ളവർ പോയിക്കോളി. 5 മിനിറ്റ് കഴിഞ്ഞിട്ട് ആണെങ്കിൽ അവിടെ ഇരുന്നോളി. ലയറയന്നല്ലാഹു മാ സുന, അങ്ങനെയാണ് ഉഹദ് യുദ്ധം പ്രഖ്യാപിക്കപ്പെടുന്നത്. ഉഹദിലേക്ക് പോകുന്ന അനസ് ഇബ്നു നദർ റളിയല്ലാഹു അൻഹു, ഉഹദ് അവസാന ഭാഗം ഒരു പരാജയം പോലെ മുസ്ലിമീങ്ങൾക്ക് വഴിമാറിയ ഒരു രംഗമാണ്. ഉഹദിന്റെ അവസാന ഘട്ടം വിജയിച്ചു എന്ന് വിചാരിച്ചു. അപ്പോഴേക്കും ജബലുർ റമാത്തിൽ നിൽക്കുന്ന സ്വഹാബിമാർ താഴേക്ക് ഇറങ്ങി വന്നു. അപ്പോഴേക്കും അന്ന് മുസ്ലിമായിട്ടില്ലാത്ത ഖാലിദ് റളിയല്ലാഹു അൻഹു സൈന്യവുമായി പിറകിലൂടെ വന്ന് അറ്റാക്ക് ചെയ്തു. 70ഓളം സ്വഹാബിമാർക്ക് ഷഹാദത്ത് സംഭവിച്ചു. പുണ്യ നബി ഞങ്ങളുടെ മുൻപല്ല് പൊട്ടി, വശുജ്ജ വജ്ഹു, അവിടുത്തെ പരിശുദ്ധമായ മുഖത്ത് കീറലും മുറിവുകളും ഉണ്ടായി. പുണ്യ നബി വഫാത്തായി, നബിയെ തങ്ങളെ വധിക്കപ്പെട്ടു എന്നുവരെ കിംവദന്തികളും റൂമറുകളും പരന്നു. സ്വഹാബിമാർ പിന്തിരിഞ്ഞോടുന്ന നേരമാണ്. ഹബീബ് വഫാത്തായെങ്കിൽ പിന്നെ ആർക്ക് വേണ്ടിയാണ് യുദ്ധം? ഹബീബില്ലെങ്കിൽ ആർക്ക് വേണ്ടിയാണ് യുദ്ധം? ഹബീബില്ലെങ്കിൽ പിന്നെ എന്തിനെ പിടിച്ചു നിൽക്കണം എന്ന് പറഞ്ഞ് ഓടിച്ചിതറിയോടുന്ന സ്വഹാബികൾക്കിടയിലേക്ക് അനസ് ഇബ്നു നദർ റളിയല്ലാഹു അൻഹു ഓടി വരുമ്പോ മഹാനായ സഅദ് ഇബ്നു ഉബാദ തങ്ങൾ അവിടെ നിൽക്കുന്നുണ്ട്. ചോദിച്ചു, അനസേ, എങ്ങോട്ടായി പോകുന്നത്? പറഞ്ഞു, ഞാൻ ഉഹദിലേക്ക് ഓടുകയാണ്. അനസ് ഇബ്നു നദറേ, അറിയില്ലേ എന്താണ് അവിടെ നടക്കുന്നത് എന്ന്? അവിടെ ശത്രുക്കളുടെ നരനായാട്ട് നടക്കുകയാണ്. എത്രയോ സുഹാബിമാര് ഷഹീദായി കഴിഞ്ഞു. ഹബീബിന് പോലും അപകടമുണ്ടായി എന്ന് പറഞ്ഞു കേൾക്കുന്നു. അങ്ങോട്ടാണോ നിങ്ങൾ ഓടുന്നത്? ആ സമയം മഹാനവറുകൾ അല്ലാഹുവിനെ കയ്യുർത്തിട്ട് പറഞ്ഞു, അല്ലാഹുമ്മ ഇന്നി അഅ്തദിറു ഇലൈക മിമ്മാ സ്വനഅ ഹൗലാ, എന്റെ ഹബീബിന്റെ അനുയായികളാണെന്ന് പറഞ്ഞവർ, എന്നാൽ പേടിച്ചുകൊണ്ടോ പരിഭ്രാന്തി കൊണ്ടോ യുദ്ധക്കളം വിട്ട് ഓടുന്നവർ, ഇവർ ചെയ്യുന്നതിനോട് റബ്ബേ എനിക്ക് യോജിപ്പില്ല, ഞാൻ നിന്നോട് മാപ്പ് ചോദിക്കുന്നു. വഅബ്റഉ ഇലൈക മിമ്മാ സ്വനഅ ഹൗലാ, ഈ മുശ്രിക്കുകൾ ചെയ്ത ആ പ്രവൃത്തിയിൽ നിന്നും അല്ലാഹുവേ ഞാൻ നിന്നോട് മാപ്പ് ചോദിക്കുന്നു റബ്ബേ. അങ്ങനെ ശത്രുക്കൾ ഈ സ്വഹാബത്തിനെ ഇങ്ങനെ ആക്രമിക്കാൻ പാടില്ലായിരുന്നു, അതിനവസരം ഒരുങ്ങാൻ പാടില്ലായിരുന്നു. അത് സംഭവിച്ചു പോയ പെശകാണ്, തെറ്റുകളാണ്, മിസ്റ്റേക്കുകളാണ് എന്ന് പറഞ്ഞ് മഹാനായ അനസ് റളിയല്ലാഹു അൻഹു, അനസ് ഇബ്നു നദർ, അനസ് ഇബ്നു മാലിക് എന്നവരല്ല, അനസ് ഇബ്നു നദർ റളിയല്ലാഹു അൻഹു അല്ലാഹുവിനോട് ദുആ ചെയ്തുകൊണ്ട് പറഞ്ഞു, ഇലൈക അന്നി യാ സഅദ്, സഅദ് ഇബ്നു ഉബാദ, നിങ്ങൾ മാറി നിൽക്കിൻ സഅദ് ഇബ്നു ഉബാദ, ഫഇന്നി അജിദു റായിഹത്തൽ ജന്ന മിൻ സൗബി ഉഹുദിൻ, ഉഹുദിന്റെ മലയുടെ ഭാഗത്ത് നിന്ന് സ്വർഗത്തിന്റെ വാസന എനിക്ക് വരുന്നുണ്ട്, സ്വർഗത്തിന്റെ പരിമളം എനിക്ക് വരുന്നുണ്ട്, ഞാൻ അങ്ങോട്ട് ഓടുകയാണ് എന്ന് പറഞ്ഞ് അനസ് റളിയല്ലാഹു അൻഹു യുദ്ധക്കളത്തിലേക്ക് ഓടി. 80 ത്വഅനത്തിൻ ബിറുംഹിൻ വസൈഫിൻ, വാളുകൊണ്ട് അതുപോലെ കുന്തം കൊണ്ട് മുനകളെ കൊണ്ട് ശരീരത്തിലുണ്ടായ മുറിവുകളുടെ എണ്ണം എത്രയാണെന്നറിയുമോ? ഒരു ദേഹത്തെ എത്ര മുറിവാവാം? എന്നാൽ അനസ് റളിയല്ലാഹു അൻഹു എന്ന അനസ് ഇബ്നു നദർ എന്ന് പറയുന്ന അനസ് ഇബ്നു മാലിക് എന്നവരുടെ അമ്മാവന് എളാപ്പ ഉഹദിലെ ശുഹദാക്കളെ കണ്ടപ്പോഴാണ് പറഞ്ഞത്, വദിത്തു അന്നീ ലൗ ഉദിർതു മഅ അസ്ഹാബി ലിഹ്സുനിൽ ജബൽ, ഈ പരിശുദ്ധമായ മലയുടെ താഴ്വാരത്ത് ഷഹീദായി കിടക്കുന്ന 70ഓളം സുഹാബിമാരെ കൊണ്ടുപോയി മറവ് ചെയ്യുമ്പോൾ
ഞാൻ കൊതിച്ചു പോവുകയാണ്. വദിത്തു ലൗ അന്നീ ഊദിർതു മഅ അസ്ഹാബി ലിഹസ്നിൽ ജബൽ, ഈ പർവ്വതത്തിന്റെ അരികത്ത് എന്നെയും ഇവരുടെ കൂടെ മറവ് ചെയ്യപ്പെട്ടിരുന്നെങ്കിൽ എന്ന് ഞാൻ കൊതിച്ചു പോവുകയാണെന്ന് സ്വഹാബികളെ നോക്കി കരഞ്ഞുകൊണ്ട് ഹബീബായ തങ്ങൾ പറഞ്ഞ രംഗമുണ്ട് ഉഹുദിന്റെ താഴ്വരയിൽ. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹു കണക്കാക്കിയത് മാത്രമേ സംഭവിക്കൂ എന്ന ഖളായിൽ നിന്നുകൊണ്ട് തന്നെയാണ് അനസ് റളിയല്ലാഹു അൻഹു ഓട്ടമോടിയത്. സ്വർഗത്തിന്റെ വാസന അത് ശരിക്കും അനുഭവിച്ചു എന്നാ ചില ആളുകൾക്ക് അള്ളാഹു കൊടുക്കുന്ന ഭാഗ്യമാണ്. സ്വർഗം അവർ വാസനിക്കാൻ മരിക്കുന്നതിന്റെ മുമ്പ് ആ സ്വർഗത്തിന്റെ വാസന അനുഭവിച്ചുകൊണ്ട് ഉഹുദിന്റെ ഭാഗത്തുനിന്ന് സ്വർഗത്തിന്റെ വാസന വരുന്നുണ്ട്. സഅദേ ഇലൈക അന്നി, നിങ്ങളൊന്ന് മാറി നിൽക്കി, ഞാൻ ഓടട്ടെ എന്ന് പറഞ്ഞ് ഉഹുദിലേക്ക് ഓടിയ ഹബീബിന് വേണ്ടി പ്രതിരോധം തീർത്ത സ്വഹാബി അനസ് ബിൻ നളർ റളിയല്ലാഹു അൻഹു. അല്ലാഹുവേ, നിന്റെ ദീനിന് ത്യാഗം ചെയ്ത സേവനം ചെയ്ത എത്രയോ ആളുകൾ, അവരത് ചെയ്യാൻ കാരണം അല്ലാഹുവിൽ അചഞ്ചലമായ വിശ്വാസം തന്നെയാണ്. മരണവും ജീവിതവും അല്ലാഹുവിന്റെ കൈകളിലാണുള്ളത്. അല്ലാഹു നിശ്ചയിച്ചാൽ അത് എവിടെ വേണമെങ്കിലും നടക്കും. ആശുപത്രിയിൽ നിന്ന് ഫുൾ ബോഡി ചെക്കപ്പ് എടുത്ത് ഹാർട്ട് ക്ലിയർ, ലിവറുകൾ ക്ലിയർ, കിഡ്നിക്ക് ഫംഗ്ഷനിങ് ഒരു കുഴപ്പമില്ല, ബ്രെയിൻ MRI എടുത്ത് ഓക്കെയാണ്, എല്ലുകൾ ഓക്കെയാണ്, ശരീരം ബ്ലഡ് എല്ലാം പ്ലേറ്റ്ലെറ്റുകൾ എല്ലാം ഓക്കെയാണ് എന്ന് പറഞ്ഞ സർട്ടിഫിക്കറ്റുമായി ആശുപത്രിയുടെ മുമ്പിൽ നിൽക്കുമ്പോഴായിരിക്കും ഒരു ഓട്ടോറിക്ഷക്കാരൻ വന്ന് തട്ടുന്നത്, ഒരു ബൈക്ക് വന്ന് ഇടിക്കുന്നത്. നിങ്ങളുടെ മരണത്തെ ഒരു ഡോക്ടറുടെ സർട്ടിഫിക്കറ്റിന് പോലും രക്ഷപ്പെടുത്താൻ കഴിയില്ല എന്ന് നമ്മൾ അറിയുന്നത് പേടിക്കാനോ പരിഭവപ്പെടാനോ അല്ല. അള്ളാഹു തീരുമാനിച്ച സമയമേതോ അപ്പോഴേ അത് സംഭവിക്കുകയുള്ളൂ, യുദ്ധക്കളത്തിലാണെങ്കിലും അല്ലെങ്കിൽ പോലും. അതുകൊണ്ട് നിങ്ങൾ ഓരോരുത്തരും നിങ്ങളോട് പറഞ്ഞ കർമ്മങ്ങളാണ് ചെയ്ത് മുന്നോട്ട് പോകേണ്ടത്. നിങ്ങളെക്കുറിച്ച് എന്താണ് റബ്ബ് രേഖപ്പെടുത്തിയത് എന്ന് നിങ്ങൾക്കറിയില്ലല്ലോ. അതുകൊണ്ട് നിങ്ങൾ കർമ്മം ചെയ്യണം. അമൽ സേ ജിന്ദഗി ബൻചി ഹൈ, ജന്നത്ത് ഭി ജഹന്നം ഭി, യ ഖാകി അപ്നി ഫിത്രത് മേ ന നൂരി ഹൈ ന നാരി ഹൈ. നമ്മുടെ കർമ്മങ്ങളാണ്, അമലുകളാണ് നമ്മുടെ നാളത്തെ മസീർ രേഖപ്പെടുത്തുന്നത്. സ്വർഗത്തിലേക്കാണോ അല്ലയോ എന്ന് തീരുമാനിക്കുന്നത് നമ്മുടെ കർമ്മങ്ങളാണ്. അതുകൊണ്ട് ഖളാ സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നു. ആ ഖളാഇനെ അല്ലാഹുവിലേക്ക് തവക്കുൽ ചെയ്ത് വിടുകയും നിങ്ങളോട് ചെയ്യാൻ പറഞ്ഞത് നിങ്ങൾ കൃത്യമായി അല്ലാഹുവിനെ പണിയെടുക്കുകയും ചെയ്യണേ. നിങ്ങളായിത്തീരുന്നത് അല്ലാഹുവിന്റെ ഖളാഇനനുസരിച്ച് തന്നെയായിരിക്കും. അല്ലാഹുവിന്റെ ഖളായിൽ ഖൈർ റബ്ബേ ഞങ്ങൾക്ക് നൽകുകയും ഷർറുകൾ ഉണ്ടെങ്കിൽ ഞങ്ങളുടെ ദുആ കൊണ്ട് അല്ലാഹുവേ, മാതാപിതാക്കൾക്ക് കുടുംബത്തോട് കുടുംബബന്ധം ചേർത്തുന്നതിന്റെ പേരിൽ അല്ലാഹുവേ ഞങ്ങൾ ഓരോരുത്തർക്കും നിന്റെ ഖളായിൽ നിന്ന് ഖൈർ നൽകണേ റബ്ബേ. ആയുസ്സിൽ വർധനവ് നൽകണേ തമ്പുരാനെ. കുല്ലൻ യുസീബനാ ഇല്ലാ മാ കതബല്ലാഹു ലനാ ഹുവ മൗലാനാ വഅലല്ലാഹി ഫൽയതവക്കലിൽ മുഅ്മിനൂൻ. പറഞ്ഞു കൊടുക്കൂ നബിയേ, ലൻ യുസീബനാ ഇല്ലാ മാ കതബല്ലാഹു ലനാ, അല്ലാഹു എന്താണോ നമുക്ക് രേഖപ്പെടുത്തിയത് അത് മാത്രമേ സംഭവിക്കുകയുള്ളൂ. ഹുവ മൗലാനാ, അവനാണല്ലോ നമ്മുടെ രക്ഷിതാവ്, അവനല്ലയോ നമ്മുടെ സംരക്ഷകൻ. വഅലല്ലാഹി ഫൽയതവക്കലിൽ മുഅ്മിനൂൻ, അല്ലാഹുവിലേക്കാണ് മുഅ്മിനീങ്ങൾ കാര്യങ്ങൾ ഭരമേൽപ്പിക്കേണ്ടത്. അല്ലാഹുവിന്റെ ഖളാഇൽ നിന്നു കൊടുക്കുകയാണ് നമ്മൾ ചെയ്യേണ്ട പണി നമ്മൾ ചെയ്യുക. ബാക്കി അലല്ലാഹ്, ടെൻഷൻ അടിക്കരുത്, അതിനെ സംബന്ധിച്ച് പരിഭവപ്പെടരുത്. ഖളാഉകളിൽ തൃപ്തിപ്പെടുന്നത് ഈമാനിന്റെ ഏറ്റവും വലിയൊരു ഘടകമാണ്. അല്ലാഹുവേ, നിന്റെ ഖളാഇൽ തൃപ്തിപ്പെടാനുള്ള ഹൃദയം ഖൽബ് ഞങ്ങൾക്ക് നൽകണേ റബ്ബേ. മൻ റദിയ ഫലഹുർ റിളാ വമൻ സഖത ഫലഹു സഖത്. അല്ലാഹുവിന്റെ തീരുമാനത്തിൽ തൃപ്തിപ്പെടുന്നവർക്ക് അല്ലാഹുവിന്റെ തൃപ്തിയുണ്ട്, അതിൽ വെറുപ്പ് വിചാരിക്കുന്നവർക്ക് അല്ലാഹുവിന്റെ വെറുപ്പുണ്ട്. ഈ ഹദീസ് അതിനോട് ചേർത്ത് വായിക്കുക. മൻ റദിയ ഫലഹുർ റിളാ വമൻ സഖത ഫഅലൈഹി സഖത്. അല്ലാഹുവിന്റെ തീരുമാനം വരുമ്പോൾ രണ്ട് ഓപ്ഷനാണ്. ഒന്നുകിൽ നമുക്ക് അല്ലാഹുവിനെ എന്തെങ്കിലും പറയാം, അല്ലെങ്കിൽ നമുക്ക് മിണ്ടാണ്ടിന് ക്ഷമിച്ചുകൂടാ, തൃപ്തിപ്പെടാം. അള്ളാഹുവിന്റെ ഖളായിൽ തൃപ്തിപ്പെട്ടാൽ അള്ളാഹുവിന്റെ തൃപ്തി നിങ്ങൾക്കുണ്ട്. നിങ്ങൾ ദേഷ്യപ്പെട്ടു എന്ന് വിചാരിക്കുക, അള്ളാഹുവിന്റെ ദേഷ്യമേ നിങ്ങൾക്ക് ലഭിക്കൂ. അതുകൊണ്ട് നമ്മൾ
ഉത്തരവാദിത്ത ബോധത്തോടുകൂടെ, ലക്ഷ്യബോധത്തോടുകൂടെ അള്ളാഹുവിനെ നാളെ കാണണം എന്നൊരു യാത്രയ്ക്ക് വേണ്ടി ഒരുങ്ങിയവരാണ്. അതുകൊണ്ട് നമ്മുടെ മരണവും ജീവിതവും അള്ളാഹുവിൻ്റെ ഖലാഇലാണ്. പറഞ്ഞതുപോലെ ജീവിക്കുക. എപ്പോഴാണോ മരണം ആസന്നമാകുന്നത് ആ യാത്ര ഏത് സമയത്താണെങ്കിലും ഈമാനിലും തഖ്വയിലുമായി മരണപ്പെടാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. 5 മിനിറ്റ് എന്നുള്ളതൊരു 3 മിനിറ്റ് ഏറായിപ്പോയല്ലോ. ഞാൻ അവസാനിപ്പിച്ചിരിക്കുകയാണ്. സമയം ഇനിയും വൈകിക്കൂടാ. തേൻകുപ്പികളോട് ഉണ്ട്. ഇത് അള്ളാഹു ഷിഫ എന്ന് പറഞ്ഞ സാധനമാണിത്. അള്ളാഹു തആല നമ്മുടെ ഈ സദസ്സിൽ നിന്ന്, ഇൽമിൻ്റെ മജ്ലിസിൽ നിന്ന് ഈ തേൻകുപ്പികൾ വാങ്ങിക്കുന്ന ആളുകൾക്ക് അള്ളാഹു തആല അവരുടെ രോഗങ്ങൾക്ക്, ഇവിടെ മക്കൾക്ക്, വീട്ടിൽ അസുഖമുള്ളവരുണ്ടാകും. കുറേ ആൾക്കാർ ദ്വാരക്കാൻ വേണ്ടി പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. ഒരു കുട്ടിക്ക് എഴുന്നേറ്റ് നടക്കാൻ പറ്റുന്നില്ല എന്നൊരു ഉപ്പ വേദന പറയുന്നു. അള്ളാഹു കുട്ടിക്ക് ഷിഫ നൽകട്ടെ. അതുപോലെ ദ്വാരക്കാൻ പറഞ്ഞ വേറെ വിഷമങ്ങളുണ്ട്. നമ്മുടെ നൗഷാദ് സാഹിബിൻ്റെ ഉമ്മ കാലിനൊക്കെ വേദനയാണ്. അള്ളാഹു ഉമ്മാക്ക് ഷിഫ നൽകട്ടെ. അങ്ങനെ നമ്മുടെയൊക്കെ ബന്ധങ്ങളിലൊക്കെ ഉള്ള രോഗികൾക്ക് അള്ളാഹു ഷിഫ നൽകട്ടെ. ലേലം വിളിക്കുന്ന ഒരു സംഭവം അത് ഇപ്പം എനിക്കറിയില്ല. എന്ത് ചെയ്യുക? 1000 രൂപക്ക് വാങ്ങാൻ പറ്റുന്നവരുണ്ടോ? 4 കുപ്പിയുള്ളത്, 5 കുപ്പിയുണ്ട്. 1000 രൂപ അല്ലേ? ആരുമില്ലേ? 1. ബാറക്കല്ലാഹു ഫീക്ക്. അള്ളാഹു സ്വീകരിക്കട്ടെ. 2 ആളെ ബാറക്കല്ലാഹു. അള്ളാഹു സ്വീകരിക്കട്ടെ. ഞാൻ 3 ആൾക്കും കൂടെ വരാം. അള്ളാഹു സ്വീകരിക്കട്ടെ. നിങ്ങൾ പിന്നെ കൊടുത്താൽ മതി. വരി അത് കൊണ്ട് കൊടുക്കണേ. ബിസ്മില്ലാഹിർ റഹ്മാൻ ബാറക്കല്ലാഹു. ബിസ്മില്ലാ. മാഷാ അല്ലാഹ്. പൈസയും പെട്ടെന്നൊന്നുമില്ല. ഒരാളും കൂടെ കഴിഞ്ഞു. ദുആ വസിയത്തുണ്ട് ഇൻഷാ അല്ലാഹ്. നമ്മുടെ ഖാദർ ഫൈസി ഉസ്താദ് വായിക്കും. വായിച്ചോളൂ. ബിസ്മില്ലാ. അൽഹംദുലില്ലാ. നമ്മുടെ മജ്ലിസിൽ ഒരുപാട് ആളുകൾ ദുആ വസിയത്ത് ചെയ്തിട്ടുണ്ട്. എല്ലാവരുടെയും എല്ലാ മുറാദുകളും അല്ലാഹ് ഹാസിലാക്കട്ടെ. നേരത്തെ നമ്മൾ ആ 30,000 ഏറ്റെടുത്തതിന് ശേഷം വന്ന കുറച്ച് വായിക്കുകയാണ്. റിൻഷ ഹൈദരലി ചേർക്കത്ത് വളപ്പിൽ ഒരു കുട്ടിയെ ഏറ്റെടുത്തിട്ടുണ്ട്. അതുപോലെ നമ്മുടെ പട്ടിശ്ശേരിയിലെ CP അബ്ദുൽ മജീദ് ഹാജി 3 കുട്ടികളെ ഏറ്റെടുത്തിട്ടുണ്ട്. അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. അതുപോലെ മുഹമ്മദ് അബ്ദുറഹ്മാൻ TT മനാട്ടുകുളങ്ങര ഒരു കുട്ടിയെ 30,000 രൂപ തന്ന് പറഞ്ഞിട്ടുണ്ട്. മുഹമ്മദ് ഷാജഹാൻ ഒരു കുട്ടിയെ ഏറ്റെടുത്തിട്ടുണ്ട്. റഷീദ് AK തലശ്ശേരി ഒരു കുട്ടിയെ ഏറ്റെടുത്തിട്ടുണ്ട്. പട്ടത്തുവളപ്പിൽ വീരാൻ മുസ്ലിയർ മരണപ്പെട്ടു പോയതാണ്. അവരുടെ പരലോക ഗുണത്തിനു വേണ്ടി പ്രത്യേകം ദുആ ചെയ്യാൻ മകൾ റൈഹാനത്ത് ഒരു കുട്ടിയെ ഏറ്റെടുത്തിട്ടുണ്ട്. അതുപോലെ നേരത്തെ നമ്മൾ പറഞ്ഞ ആലൂരിലെ അബ്ദുള്ള എന്ന് പറയുന്ന സഹോദരൻ മുന്നേ അറിയിച്ച ഒരു കുട്ടിയെ ഏറ്റെടുത്തതിന് പുറമെ ഒരു കുട്ടിയെ കൂടി 2 കുട്ടികളെ മൊത്തം ഏറ്റെടുത്തിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ എല്ലാ മുറാദുകളും ഹാസിലാക്കി കൊടുക്കട്ടെ. അവരുടെ ഉമ്മ സദസ്സിലുണ്ട്. അല്ലാഹു തആല അവർക്ക് ആഫിയത്ത് നൽകട്ടെ. മരണപ്പെട്ടു പോയ ഉപ്പക്ക് അല്ലാഹു മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കട്ടെ. അതുപോലെ ഒരുപാട് ആളുകൾ ദുആ വസിയത്ത് ചെയ്തിട്ടുണ്ട്. എല്ലാവരുടെയും പേരുകൾ വായിച്ച് സമയം കളയുന്നില്ല. ഹോസ്പിറ്റലുകളിലും മറ്റും കഴിയുന്നവരുണ്ട്. സാലിഹീങ്ങളായ മക്കളുണ്ടാവാൻ വേണ്ടിയുണ്ട്. കിഡ്നി സംബന്ധമായ പ്രയാസം അനുഭവിക്കുന്നവർ, ക്യാൻസർ പോലെയുള്ള രോഗം, ഗൾഫിൽ ജയിലിൽ കഴിയുന്ന ഭർത്താവ് രക്ഷപ്പെട്ടു പോരാൻ, വീടുപണി തുടങ്ങിയത് പൂർത്തിയാകാൻ, ഇങ്ങനെ ഒരുപാട് ആവശ്യങ്ങളാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സ്ഥാപനത്തിലേക്ക് ഇവിടെ ഈ ദുആഇൻ്റെ മജ്ലിസിൽ അതിനൊരു ഉത്തരമുണ്ട് എന്ന അർത്ഥത്തിൽ നൽകി എഴുതിയതെല്ലാം പടച്ച റബ്ബിനറിയാം. പടച്ച റബ്ബ് എല്ലാം സാധ്യമാക്കട്ടെ. ഇൻഷാ അല്ലാഹ് ഉസ്താദ് ദുആ ചെയ്യുകയാണ്. എല്ലാവരും ഇൻഷാ അല്ലാഹ് നാളെ കൃത്യം 9:30 മണിക്ക് പാണക്കാട് സയ്യിദ് ഹമീദ് അലി ശിഹാബ് തങ്ങൾ വന്ന് നമ്മുടെ സ്ഥാപനത്തിലെ മക്കൾക്ക് സനത് നൽകുന്ന ആ ഒരു വേദിയിൽ കൂടി അൽഹംദുലില്ലാ നിങ്ങളെല്ലാവരും വേണം. ഉച്ചഭക്ഷണവും ഇവിടെ തയ്യാറ് ചെയ്യുന്നുണ്ട്. എല്ലാവരും പ്രത്യേകിച്ച് പരിസരത്തെ സഹോദരിമാരും സഹോദരന്മാരൊക്കെ ഒന്ന് സംഗമിക്കണം. പടച്ച റബ്ബ് അനുഗ്രഹിക്കുമാറാവട്ടെ. ഈ സ്ഥാപനത്തെ നിങ്ങൾ ചേർത്തു പിടിക്കണം. ഇന്നലെയും ഇന്നുമൊക്കെയായി ഒരുപാട് മുഅ്മിനീങ്ങൾ ഇവിടെ വന്നിട്ടുണ്ട്. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ഇൻഷാ അല്ലാഹ് നമ്മുടെ SKS BVയുടെ
പാലക്കാട് ജില്ലാ ജനറൽ സെക്രട്ടറിയായി തിരഞ്ഞെടുക്കപ്പെട്ട മുഹമ്മദ് അനസ് CP എന്ന കുട്ടി നമ്മുടെ പട്ടിശ്ശേരിയിലെ നമ്മുടെ പ്രവർത്തകനാണ്. ആ കുട്ടിയെ കുട്ടനാട് മേഖല ചാലിശ്ശേരി മേഖല SKSSFൻ്റെ ഒരു ആദരം അഭിവന്ദനായ സിംസാറുൽ ഹക്ക് ഹുദവി നിർവഹിക്കുന്നു. ആ കുട്ടിയെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. അൽഹംദുലില്ലാ, നമ്മുടെ മജ്ലിസിൽ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മളെ തട്ടത്താഴത്ത് അഷ്റഫ് 1,00,000 രൂപ നമ്മുടെ നിർമ്മാണ പ്രവർത്തനത്തിലേക്ക് തന്നിട്ടുണ്ട്. അല്ലാഹു തആല അത് കബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. ഇൻഷാ അല്ലാഹ് ഈ വരുന്ന 21-ാം തീയതി മുതൽ 4 ദിവസങ്ങളിലായി നമ്മുടെ തൊട്ടടുത്ത പള്ളിപ്പുറത്ത് അൻവാർ സ്ഥാപനത്തിൻ്റെ കോംപ്ലക്സിൻ്റെ എത്തീംഖാന ഉൾപ്പെടെയുള്ള നമ്മുടെ പരിസരത്ത് ഒരു നല്ല സ്ഥാപനമാണ്. അതിൻ്റെ 20-ാം വാർഷികമാണ്. അവിടെയും അഭിവന്ദനായ സിംസാറുൽ ഹക്ക് ഹുദവി ഉസ്താദ് ഉൾപ്പെടെയുള്ള ഒരുപാട് വലിയ 24-ാം തീയതിയാണ് ഹുദവി ഉസ്താദ് അവിടെ ഉള്ളത്. ഇൻഷാ അല്ലാഹ് 4 ദിവസവും അവിടെ എത്തിപ്പെടാൻ പറ്റുന്ന ആളുകൾ, പ്രത്യേകിച്ച് ഹുദവി ഉസ്താദൊക്കെ സംഗമിക്കുന്ന ഈ 24-ാം തീയതിയുടെ വേദിയിൽ ഉണ്ടാവണം. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ഇൻഷാ അല്ലാഹ് ഉസ്താദ് ദുആക്ക് നേതൃത്വം നൽകും. അൽഹംദുലില്ലാ, ഇവിടെ ചെയ്ത ഒരുപാട് സംഭാവനകളുണ്ട്. വലിയ ലിസ്റ്റ് വായിക്കാനുണ്ട്. അപ്പോൾ ഈ ലിസ്റ്റ് തന്നവർക്കൊരു വിഷമമുണ്ടാവും. എൻ്റെത് വായിച്ചിട്ടില്ലല്ലോ, എൻ്റെ പേര് വായിച്ചില്ലല്ലോ, അങ്ങനെ തോന്നണ്ട. അങ്ങനെ വിഷമിക്കണ്ട. നഹാവന്ത് യുദ്ധം കഴിഞ്ഞ് വരുമ്പോഴേ ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു അന്ന് അമീറുൽ മുഅ്മിനീൻ എന്ന ഖലീഫയാണ്. അപ്പോൾ സഅദ് എന്നവരോട് ചോദിക്കുകയാണ്, ആരൊക്കെ അവിടെ ഷഹീദായി? അപ്പം അങ്ങനെ പേര് കൊടുത്തു. സുമ്മമൻ, പിന്നെ ആരൊക്കെയാണ്? അപ്പോൾ കുറച്ചാൾക്കാരെ പേര് പറഞ്ഞു. പിന്നെ ആരൊക്കെയാണ്? ഇനി ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചു. പിന്നെ പറഞ്ഞു സുമ്മ ഉനാസുൻ ലം അരിഫുഹും, പിന്നെ കുറേ സ്വഹാബികൾ വേറെ ഉണ്ട്, എനിക്ക് പോലെ പേരറിയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു കരഞ്ഞുകൊണ്ട് മറുപടി പറഞ്ഞു, അല്ലാഹു അറഫഹും, അള്ളാഹ്ക്കറിയാം അവരാരൊക്കെയാണ്. നിങ്ങൾ പേര് പറഞ്ഞെന്നില്ലെങ്കിലും ആ ശുഹദാക്കൾ ആരാണെന്ന് ആർക്കറിയാം? അള്ളാഹുവിനറിയാം എന്ന് പറഞ്ഞ ഫാറൂഖ് റളിയല്ലാഹു അൻഹു. നമ്മൾ എഴുതി കൊടുത്തതും അല്ലാത്തതും എഴുതാൻ ബാക്കി വെച്ചതും എഴുതി കൊടുക്കാൻ പറ്റാതെ പോയതും നമ്മുടെയൊക്കെ ഖൽബുകളിലെ നിയ്യത്തുകളൊക്കെ അള്ളാഹുവിനറിയാം. നമ്മുടെ ഈ മഹാനായ സുദ്ദീഖ് തങ്ങളുടെ പേരിലുള്ള ഈ സ്ഥാപനം പറയുന്നത് സുദ്ദീഖുൽ അക്ബർ ബനാത്ത് യതീംഖാനയുടെ ഈ പരിപാടിയിലേക്ക് എത്തിച്ചേർന്ന് ഇവിടുത്തെ ദുആ മജ്ലിസ് ഇപ്പം നാളെ പണക്കാട് ഹമീദ് അലി ശിഹാബ് തങ്ങളിൽ വരുന്ന തങ്ങളടക്കമുള്ള നേതാക്കന്മാർ സയ്യിദന്മാരൊക്കെ വരുന്ന അന്നദാനം അടക്കമുള്ള നാളത്തെ പരിപാടി കൂടെ നിങ്ങൾ വിജയിപ്പിക്കണം. ഇതിലേക്ക് സംഭാവന ചെയ്തവർ, ഭക്ഷണം ദാനം ചെയ്തവർ, പ്രത്യേകമായ സ്വതക്കകളുടെ അല്ലാഹുവിൻ്റെ ഖലാഉകളിൽ ഷർറായ ഖലാഉകളെ അല്ലാഹു തട്ടി നീക്കുകയും ഖൈർ കൊണ്ട് അല്ലാഹു അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ കസീറൻ ത്വയ്യിബൻ മുബാറകൻ ഫീഹി അലാ കുല്ലി ഹാൽ. اللهم صل على سيدنا محمد سيدنا وحبيبنا محمد رسول الله صلى الله عليه وعلى آله وصحابه وعترته ومن اهتدى بهدي واستنى بسنته إلى يوم الدين. കാരുണ്യവാനായ അല്ലാഹുവേ, റഹ്മാനും റഹീമുമായ റബ്ബേ, ഞങ്ങൾക്ക് നീ പുറത്തു തരണേ റബ്ബേ, മാപ്പ് നൽകണേ പടച്ചവനെ. അല്ലാഹു ഞങ്ങളുടെ തെറ്റുകുറ്റങ്ങളെ ഞങ്ങൾക്ക് നിരുപാധികം നീ പുറത്തു തരണമേ തമ്പുരാനെ. ഹിസാബില്ലാതെ സ്വർഗത്തിൽ കിടക്കുന്ന ഭാഗ്യം സാധുക്കളായ ഞങ്ങൾക്ക് നൽകണേ അല്ലാഹ്. റഹ്മാൻ റഹീമേ, ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് പുറത്തു കൊടുക്കണേ റബ്ബേ. ഞങ്ങളുടെ ഉസ്താദുമാർ, ഗുരുനാഥന്മാർ, മുഅല്ലിഫീങ്ങളും മുഫസ്സിരീങ്ങളും ഫുഖഹാക്കളുമായ ഉലമാഉകൾ ആരിൽ നിന്നൊക്കെ ഞങ്ങൾ ഇൽമ പഠിച്ചിട്ടുണ്ടോ അല്ലാഹു അവരെല്ലാവരും, ആർക്കൊക്കെ ഞങ്ങൾ ഇന്ന് ഇൽമ ഉപകാരപ്പെടുന്നുണ്ടോ അവർ അല്ലാഹുവേ മക്തൂബാത്തുകളും മുഅല്ലഫാത്തുകളുമായി ദീനിനെ ഖിദ്മത്ത് ചെയ്തു വെച്ചവർ, ശരീരം കൊണ്ട് ഖിദ്മത്ത് ചെയ്തവർ, ഉലമാഇൻ്റെ ഇൽമ കൊണ്ട് സേവനം ചെയ്തു പോയ ഒരുപാട് ആലിമീങ്ങൾ അല്ലാഹുവേ അവർക്കൊക്കെ നീ സ്വർഗം നൽകി അനുഗ്രഹിക്കണേ റബ്ബേ. നീ നൽകുന്നവനാണ് റബ്ബേ. അല്ലാഹു ഞങ്ങളത് റെക്കമെൻഡ് ചെയ്യാൻ ആരുമല്ല പടച്ചവനെ.
പക്ഷേ വലക മിഥ്ലു, നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി ദുആ ചെയ്യുമ്പോൾ ആ ദുആ ചെയ്യുന്നവർക്ക് അതുപോലത്തത് നീ കൊടുക്കണേ എന്ന് മലക്കുകൾ ദുആ ചെയ്യുമെന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹുവെ, ഞങ്ങൾക്കും നീ സ്വർഗം നൽകണേ തമ്പുരാനെ. ഈ സദസ്സിനെ നീ കബൂൽ ചെയ്യണേ റബ്ബേ. ഈ സദസ്സിൽ നിന്ന് ഞങ്ങൾ എഴുന്നേൽക്കുമ്പോൾ നിങ്ങൾക്ക് പുറത്തു തന്നിരിക്കുന്നു, അള്ളാഹു പുറത്തിരിക്കുന്നു എന്ന മലക്കുകൾ ഞങ്ങളോട് വിളിച്ചു പറയപ്പെടുന്ന ഒരവസ്ഥ വിശേഷം ഉണ്ടാക്കണേ പടച്ചവനെ. കാരുണ്യവാനെ, അള്ളാഹു ഞങ്ങളുടെ മനസ്സിൻ്റെ വിഷമങ്ങളെ നീ പരിഹരിക്കണേ റബ്ബേ. മനസ്സിനുള്ളിൽ നിനക്കിഷ്ടമില്ലാത്ത ചിന്തകളോ തോന്നലുകളോ സ്വഭാവങ്ങളോ ഉണ്ടെങ്കിൽ എല്ലാം തുടച്ച് വൃത്തിയാക്കി നീ ഇഷ്ടപ്പെടുന്ന മുഅ്മിനീങ്ങളും മലായിക്കത്തുൽ കിറാമും ഇഷ്ടപ്പെടുന്ന സ്വഭാവം ഞങ്ങൾക്ക് നൽകണമേ തമ്പുരാനെ. കാരുണ്യവാനായ അള്ളാഹു, ഞങ്ങളുടെ ശരീരത്തെ നീ ശുദ്ധിയാക്കണേ റബ്ബേ. അമലുകളെ നീ റിയാ വരാതെ കാക്കണേ പടച്ചവനെ, ഇജാബ് വരാതെ കാക്കണേ പടച്ചവനെ. ഇഖ്ലാസ് കൊണ്ട് അനുഗ്രഹിക്കണേ പടച്ചവനെ. നിയ്യത്തുകളെ നന്നാക്കി തരണേ റബ്ബേ. നിയ്യത്തുകൾ വന്നുപോയ അപാകതകൾ നീ പരിഹരിക്കണമേ തമ്പുരാനെ. കാരുണ്യവാനായ അള്ളാഹുവേ, ഞങ്ങളുടെ ശരീരങ്ങൾക്ക് ആരോഗ്യം നൽകണേ റബ്ബേ, ആഫിയത്ത് നൽകണേ റബ്ബേ. തഖ്വ കഴിഞ്ഞാൽ പിന്നെ കിട്ടേണ്ട ഏറ്റവും വലിയ സൗഭാഗ്യം ആരോഗ്യമാണ്. സലുല്ലാഹൽ ആഫിയ ഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫീ മഖാമി ഹാദാ എന്ന് സിദ്ദീഖ് തങ്ങൾ പറഞ്ഞ ഹദീസ്. സലുല്ലാഹൽ ആഫിയ, അള്ളാഹുവിനോട് ആഫിയത്തിനെ ചോദിക്കണേ എന്ന്. അള്ളാഹു, ഞങ്ങൾ നിന്നോട് ആഫിയത്തിനെ ചോദിക്കുകയാണ്. ഇവിടെ ഇരിക്കുന്ന ഞങ്ങളെല്ലാവർക്കും, ഇവിടെ വരാൻ കഴിയാതെ പോയവർ, മുമ്പും പല സദസ്സുകളിലായ ഇൽമിൻ്റെ മജ്‌ലിസുകൾ വന്നിരുന്നു, ഒരുപാട് വഅദിൻ്റെ സദസ്സുകളിൽ വന്നിരുന്നു പോയ മുഅ്മിനാത്തുകൾ, അള്ളാഹുവെ എല്ലാവർക്കും ആഫിയത്ത് കൊടുക്കണേ റബ്ബേ. മരിച്ചുപോയവർക്ക് മഗ്ഫിറത്ത് ചെയ്യണേ റബ്ബേ. അവിടെയൊക്കെ ഖബറുകളെ നീ സ്വർഗ്ഗത്തോപ്പാക്കണേ പടച്ചവനെ. ഇവിടെ ഇരിക്കുന്ന ഒരുപാട് ആളുകളുടെ മാതാപിതാക്കൾ അടക്കം ബന്ധുക്കളും ഒരുപാട് പേർ മരിച്ചു കഴിഞ്ഞവരാണ്. അള്ളാഹുടെ ഖബറിടങ്ങളിൽ നീ സ്വർഗ്ഗത്തോപ്പാക്കി കൊടുക്കണേ റബ്ബേ. ഖബറിലേക്ക് നീ സ്വർഗത്തിൻ്റെ സുഗന്ധം നൽകണേ റബ്ബേ. അവിടത്തേക്ക് സ്വർഗത്തിൻ്റെ കവാടങ്ങളെ തുറന്നു വെച്ച് കൊടുക്കണേ പടച്ചവനെ. اللهم فرشهم من الجنة، اللهم افتح لهم من الجنة، اللهم اجعلنا وإياهم من أهل الجنة. പടച്ചവനെ, ഞങ്ങൾക്കും നാളെ ഖബറിലേക്ക് വരേണ്ടി വരുമ്പോൾ അവിടെ നീ സ്വർഗമാക്കി തരണേ റബ്ബേ. ദുനിയാവിൽ അള്ളാഹു നിൻ്റെ ഖദറുകൾ സ്വീകരിക്കാനും അനുസരിക്കാനും ക്ഷമിക്കാനും പൊരുത്തപ്പെടാനും തൃപ്തിപ്പെടാനും ഞങ്ങൾക്ക് നീ മനസ്സു നൽകണേ പടച്ചവനെ. അള്ളാഹുവെ, കുല്ലൻ യുസീബന ഇല്ലാ മാ കതബല്ലാഹു ലനാ, ഞങ്ങൾക്ക് റബ്ബേ നീ നിശ്ചയിച്ചത് മാത്രമേ വരൂ എന്ന യഖീൻ നൽകിക്കൊണ്ട് ഞങ്ങളുടെ മനസ്സിലെ ഈമാനിൽ നീ ശക്തിപ്പെടുത്തണമേ തമ്പുരാനെ. അള്ളാഹുവെ, ഞങ്ങൾക്ക് സന്തോഷം നൽകണേ റബ്ബേ. ഞങ്ങളുടെ മക്കളിൽ കൺകുളിർമയെ നൽകണേ പടച്ചവനെ. മക്കളില്ലാത്തവർക്ക് കൺകുളിർമയുള്ള മക്കളെ നൽകണേ റബ്ബേ. പഠിക്കുന്ന മക്കൾക്ക് നല്ല ബുദ്ധിയും ഓർമ്മശക്തിയും പഠനവും വിജയവും നൽകണേ റബ്ബേ. വിവാഹിതരാകാൻ പോകുന്നവർക്ക് യോജിച്ച ഇണകളെ കൊടുക്കണേ റബ്ബേ. വിവാഹിതരായവർക്ക് നീ മനസ്സുകൾക്കിടയിൽ സ്നേഹം നിലനിർത്തി കൊടുക്കണേ പടച്ചവനെ. കുടുംബ ബന്ധങ്ങളെ നീ ശക്തിപ്പെടുത്തണമേ റബ്ബേ. കുടുംബങ്ങളിൽ സന്തോഷം നിലനിർത്തണേ റബ്ബേ. ജോലിയില്ലാതെ വിഷമിക്കുന്നവർക്ക് ഖൈറായ മഈശത്ത് കൊടുക്കണേ റബ്ബേ. ഒരുപാട് കാലം അബുദാബിയിലുണ്ടായി ഇപ്പോൾ നാട്ടിൽ സെറ്റിലായ ഒരുപാട് സുഹൃത്തുക്കൾ, ഉമറാജി നൗഷാദ് സാഹിബ് അടക്കം ഒരുപാട് പേർ ഈ സദസ്സിലുണ്ട് റബ്ബേ. അള്ളാഹുവരുടെയൊക്കെ കച്ചവടങ്ങളിലും ഏർപ്പാടുകളിലും ഒക്കെ നീ എല്ലാവിധ ഖൈറും ബറക്കത്തും സലാമത്തും നൽകണേ തമ്പുരാനെ. റഹ്മാൻ റഹീമായ റബ്ബേ, കാരുണ്യവാനായ പടച്ചവനെ, അള്ളാഹുവെ, നഷ്ടങ്ങൾക്ക് പകരം നീ ഖൈർ പകരം നൽകണേ അല്ലാഹ്. രോഗത്തിന് പകരം ആഫിയത്ത് നിലനിർത്തി തരണമേ പടച്ചവനെ. ഒരനുഗ്രഹവും നഷ്ടപ്പെടാതെ നിലനിർത്തി തന്നുകൊണ്ട് അതിന് ശുക്ർ ചെയ്യാനുള്ള ഭാഗ്യം നൽകണേ റബ്ബേ. അല്ലാഹുമ്മ ജഅൽനാ മിനശ് ശാകിരീൻ, അല്ലാഹുമ്മ ജഅൽനാ ലക ഹാമിദീൻ, അല്ലാഹുമ്മ ജഅൽനാ ലക മുസ്നിൻ. അല്ലാഹു, നിനക്ക് നന്ദി പറയുന്ന, സ്തുതി പറയുന്ന, ശുക്ർ ചെയ്യുന്നവരായി ഞങ്ങൾ നീ മാറ്റിത്തരണേ പടച്ചവനെ. ഞങ്ങളുടെ മരണം ഏത് നാട്ടിലോ ഏത് സമയത്തോ ഏത് സ്ഥലത്ത് വെച്ചായാലും കുഴപ്പമില്ല റബ്ബേ. ഒരു നല്ല നേരത്തും ഒരു നല്ല അമല് ചെയ്തുകൊണ്ടിരിക്കുകയും നീ പൊരുത്തപ്പെട്ടുകൊണ്ടും ആയി അതിൽ കലിമ ചൊല്ലി മരിക്കാനുള്ള ഭാഗ്യവും തന്ന് അനുഗ്രഹിക്കണേ തമ്പുരാനെ. അള്ളാഹു, ഞങ്ങളുടെ മാതാപിതാക്കൾ ജീവിച്ചിരിക്കുന്നവർക്ക് ദീർഘായുസ്സും ആഫിയത്തും കൊടുക്കണേ റബ്ബേ. മരിച്ചുപോയവർക്ക് മഗ്ഫിറത്തും റഹ്മത്തും ചെയ്യണേ റബ്ബേ. ഞങ്ങളുടെ യുവാക്കളെ നീ പ്രത്യേകം സംരക്ഷിക്കണേ റബ്ബേ. ലഹരിയിലേക്കും മയക്കുമരുന്നിലേക്കും വ്യഭിചാരത്തിലേക്കും പോകാതെ ഞങ്ങളുടെ മക്കളെ നീ നിലനിർത്തണേ പടച്ചവനെ. ചീത്ത കൂട്ടുകെട്ടുകൾ ചെന്ന് പെടാതെ ഞങ്ങളുടെ മക്കളെ നീ കാത്തുകൊള്ളണേ റബ്ബേ. വിവിധ ക്യാമ്പസുകളിലും യൂണിവേഴ്സിറ്റികളിലും പല രാജ്യങ്ങളിലും പോയി പഠിക്കുന്ന മക്കളുണ്ട് അല്ലാഹുവേ. അവർക്കൊക്കെ നീ കാവലാകണേ റബ്ബേ. ഈ ഉമ്മത്തിനെ നീ സംരക്ഷിക്കണേ റബ്ബേ. ഈ രാജ്യത്തെ നീ സംരക്ഷിക്കണേ റബ്ബേ. ഇവിടുത്തെ ജനങ്ങളെ, ലോക ജനങ്ങളെ റബ്ബേ നീ നിൻ്റെ ഹിഫ്ദിലാക്കണേ പടച്ചവനെ. അല്ലാഹുവേ, ഞങ്ങളുടെ സഹോദരങ്ങൾ പല ഇടങ്ങളിൽ വിഷമങ്ങളിലാണ്. ഫലസ്തീനിലെ ഗസയിൽ പ്രത്യേകിച്ചും അല്ലാഹുവേ, നിൻ്റെ ഇടപെടൽ വളരെ പെട്ടെന്നുണ്ടാകണേ റബ്ബേ. നിൻ്റെ കാവലുണ്ടാകണേ റബ്ബേ. ആ ഉമ്മത്തിൻ്റെ വിജയം നൽകണേ പടച്ചവനെ. അവരുടെ ശത്രുക്കളെ നീ പരാജയപ്പെടുത്തണമേ തമ്പുരാനെ. കാരുണ്യവാനായ റബ്ബേ, അല്ലാഹുമ്മ അരിനാ ഫി അദാഇനാ അജായിബ ഖുദ്റതിക യാ റബ്ബൽ ആലമീൻ.
اللهم اغفر للمؤمنين والمؤمنات المسلمين والمسلمات الأحياء منهم والأموات. اللهم ارحم أمة محمد صلى الله عليه وسلم رحمة عامة. اللهم ارحم أمة محمد صلى الله عليه وسلم رحمة عامة. اللهم ارحم أمة محمد صلى الله عليه وسلم رحمة عامة. ഹബീബിനെ കണ്ണിൽ കൊണ്ട് കാണിക്കണേ റബ്ബേ, സ്വപ്നത്തിൽ കാണിക്കണേ റബ്ബേ. അള്ളാഹുവെ, കഅബാലയം കാണാനും ഉംറയും ഹജ്ജും സിയാറത്ത് ചെയ്യാനും ഹബീബിനോട് അരികത്ത് ചെന്ന് സലാം പറയാനും ഞങ്ങൾ തൗഫീഖ് താ റബ്ബേ. നാളെ നിന്നെ കാണാനുള്ള ലിഖാഇന് തൗഫീഖ് നൽകണേ പടച്ചവനെ. ഈ ഉമ്മത്തിനെ നീ ശക്തിപ്പെടുത്തണേ റബ്ബേ. ബഹുമാനപ്പെട്ട സമസ്തകളെ ജമിയത്തുൽ ഉലമയെ അള്ളാഹുവെ നീ എല്ലാവിധ ഫിത്നയിൽ നിന്നും കാത്തുരക്ഷിക്കണേ പടച്ചവനെ. ആ പ്രസ്ഥാനത്തെ ഖിയാമത്ത് നാൾ വരെ ഉമ്മത്തിൻ്റെ അഹ്ലുസുന്നയുടെ ആ ഒരു നഹ്ജലായി നിലനിർത്താനുള്ള കരുത്തും ആർജവവും മഹാന്മാരായ ഉലമാഇന് നീ നൽകി അനുഗ്രഹിക്കണേ പടച്ചവനെ. അള്ളാഹു ഞങ്ങളുടെ സാദാത്യങ്ങളെ, പണക്കാട് സാദാത്യങ്ങൾ പ്രത്യേകിച്ചും മറ്റെല്ലാ സാദാത്യങ്ങളെയും അള്ളാഹു ഉമ്മത്തിന് തണലായി നീ സംരക്ഷിച്ച് നിലനിർത്തണേ പടച്ചവനെ. അർഹമർ റഹീമേ, ഉലമാഉം ഉമറാഉം ഒരുമിച്ച് നിന്ന് ഈ ഉമ്മത്തിന് നയിച്ചു പോകുന്ന പാരമ്പര്യം അള്ളാഹുവെ കാലാകാലങ്ങളിൽ നിലനിർത്തി തരണമേ പടച്ചവനെ. എന്തെല്ലാം വിഷമങ്ങളുണ്ടോ നീ പരിഹരിക്കണമേ റബ്ബേ, നീ പരിഹരിക്കണേ റബ്ബേ, നീ പരിഹരിക്കണേ റബ്ബേ. ബിജാഹി വഹഖ് നബിക സയ്യിദിനാ മുഹമ്മദിൻ സ്വല്ലല്ലാഹു ബിഹഖിൽ മുതവജ്ജിഹീന ഇലൈക ഫി ഹാദിഹി الساعة آمين برحمتك يا أرحم الراحمين بفضل صلى الله على محمد صلى الله